ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് PR കിട്ടി കേട്ടോ. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആ സന്തോഷം നിങ്ങളോടും കൂടി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൂടാതെ എങ്ങനെയാണ് നമുക്കിവിടെ PRന് അപ്ലൈ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് PR കിട്ടിക്കഴിഞ്ഞാലുള്ളത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. വെറും 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ എനിക്ക് PR കിട്ടിയത്. 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ PRന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 3 വർഷമാകുന്നതിന് മുൻപ് 3 മാസം മുമ്പ് തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ വന്നത് 2021 ഒക്ടോബർ 13-നായിരുന്നു. അപ്പോൾ 2024 ഒക്ടോബർ 13 എൻ്റെ 3 വർഷമാവും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ 3 മാസം മുമ്പ് അപ്ലൈ ചെയ്തു. അതുകൊണ്ട് തന്നെ നവംബർ ഫസ്റ്റ് വീക്ക് കൃത്യം 3 മാസമായപ്പോഴേക്കും എനിക്ക് എൻ്റെ PR എൻ്റെ കയ്യിൽ കിട്ടി. അപ്പം ഫസ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം 3 വർഷം ഇവിടെ നമ്മൾ താമസിച്ചുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം നമ്മുടെ വിസ PR എലിജിബിൾ വിസയായിരിക്കണം. എല്ലാ വിസയും PR എലിജിബിൾ അല്ല. അപ്പം അത് നമ്മൾ നോക്കണം, ഏതൊക്കെ വിസയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, എന്ത് വിസയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ചില വിസയിൽ PR എലിജിബിൾ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് 3 വർഷം കഴിഞ്ഞ് PR എലിജിബിൾ വിസയിൽ ഇത് നമുക്ക് PRന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ഒരു വർഷം അല്ലെങ്കിൽ 12 മാസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടാവുക 3,10,10,70 NOK. വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചത് വലിയ എമൗണ്ടും ഇല്ല. അപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈമോ ഫുൾ ടൈമോ എങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഏൺ ചെയ്ത കുറച്ച് പൈസ, അതായത് 3,10,10,70 NOK നമ്മുടെ അക്കൗണ്ടിലുണ്ടായിരിക്കണം. അത് നമ്മളിതിന് അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കണം. അപ്പം ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് കുറച്ച് സപ്പോർട്ടൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയൊക്കെ കിട്ടും. പക്ഷെ അത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അപ്പം അത് അല്ലാതെ നമ്മളായിട്ട് ഏൺ ചെയ്ത പൈസയാണ് നമ്മളിതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വർഷത്തിനുള്ളിൽ നമ്മൾ 7 മാസത്തിൽ കൂടുതൽ നോർവേയിൽ നിന്ന് പുറത്തായിരിക്കരുത്. അതായത് നമ്മുടെ നാട്ടിൽ പോയി 7 മാസം നിൽക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ അടിക്കാൻ വേണ്ടി പോകില്ലേ, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7 മാസത്തിൽ കൂടുതലാകാൻ പാടില്ല. അങ്ങനെ ആയാൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ആണ്. ഇവിടുത്തെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നോർവേയിലെ ലാംഗ്വേജ് നോർവീജിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർവീജിയൻ്റെ ഒരു ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് A2 ലെവൽ എന്ന് പറയും. അത് സ്റ്റാർട്ട് ചെയ്യുന്ന A0 തൊട്ട് B2 വരെയാണ്. അപ്പോൾ നമ്മൾ ഒരു A2 ലെവൽ എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. എന്നും പറഞ്ഞ് അത് പഠിക്കാൻ പോയിട്ട് A2 കിട്ടിയില്ല, അല്ലെങ്കിൽ A2 എടുക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നത് പേടിക്കണ്ട. നമുക്ക് ഇവിടെ 250 അവേഴ്സ് ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സെൻറ്ററിൽ പോയി പഠിച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് 250 അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതി A2, അതായത് 4 മൊഡ്യൂൾസ് ഉണ്ട്. സ്പീക്കിങ്, റൈറ്റിങ്, ലിസണിങ്, റീഡിങ്, ഈ 4 എണ്ണത്തിൽ A2 ലെവൽ നമ്മൾ ആയിരിക്കണം. അത് കാണിച്ചാലും മതി. 250 അവേഴ്സ് എടുക്കാൻ കഴിയില്ലാത്തവർക്ക് എക്സാം എഴുതിപ്പോയി A2 എടുത്താലും മതി. ഇനി അഞ്ചാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സാം ഉണ്ട്. സോഷ്യൽ സ്റ്റഡി ഒക്കെ പോലത്തെ ഒരു എക്സാം. നോർവേനെ പറ്റി കുറച്ച് കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയുള്ളൊരു എക്സാം ഉണ്ട്. അതിൻ്റെ പേര് സാംഫുൺസ്കുൻസ്കാപ്പ് എന്നാണ്. അത് ഇവിടുത്തെ നെയിമാണ്. അപ്പോൾ അതിൻ്റെ തന്നെ നോർവീജിയൻ എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പം ഞാൻ എല്ലാവരോടും പ്രിഫർ ചെയ്യുക നോർവീജിയൻ എഴുതാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഇനി കുറച്ച് കാലം കൂടി ഇവിടെ കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോർവീജിയനിലാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സെയിം സർട്ടിഫിക്കറ്റ് നമ്മൾ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ എഴുതേണ്ടി വരും. അപ്പോൾ എന്തിനാ വെറുതെ 2 തവണ എഴുതുന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുക നോർവീജിയൻ എഴുതാൻ വേണ്ടിയാണ്. ഈ സാംഫുൺസ്കുൻസ്കാപ്പ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് പഠിച്ചാൽ മതി, പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. 1 മണിക്കൂറത്തെ എക്സാമാണ്. അത് 38 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ 26 എണ്ണം ശരിയായാൽ മതി. അപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ ഭയങ്കര മൾട്ടിപ്പിൾ ആൻസേഴ്സ് ക്വസ്റ്റ്യനൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് എഴുതിയെടുക്കാൻ. എന്നും പറഞ്ഞ് ഇത് പഠിക്കാൻ പറ്റില്ല, ഇത് പാടാണെന്നുള്ളവർക്കും വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ അവേഴ്സ് ഇതിൻ്റെ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു. പക്ഷെ ഞാൻ അതിനെ പ്രിഫർ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ഒരു ദിവസം ഏതാണ്ടിരുന്ന് അത് വായിച്ചു നോക്കി. ക്ലാസ്സിൽ പോയി 1 അവറിൻ്റെ എക്സാം 15 മിനിറ്റ് കൊണ്ട് എഴുതിയിട്ട് വന്ന ഒരാളാണ് ഞാൻ. അത്രയ്ക്കും ഈസിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ആർക്ക് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോയി എഴുതാവുന്നതേ ഉള്ളൂ. ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇവിടുത്തെ പോളിറ്റിയിലാണ് കൊണ്ട് അപ്ലൈ ചെയ്യേണ്ടത്. പോളിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ.
എന്ന് പറയും. അപ്പം ഇവിടുത്തെ പോലീസിൻ്റെ അവിടെ കൊണ്ടുപോയാണ് നമ്മൾ ഇത്രയും പേപ്പേഴ്സ്, ഇത്രയും സർട്ടിഫിക്കറ്റും ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബയോമെട്രിക് ഒക്കെ കാണും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വരെ ഓരോ മാസവും നമുക്ക് മെയിൽ അയച്ചുകൊണ്ടിരിക്കും. അപ്പം ചിലവർക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടുന്നവരുണ്ട്, ചിലവർക്ക് 2 മാസം കൊണ്ട് കിട്ടുന്നവരുണ്ട്, ചിലവർക്ക് 1 വർഷമായിട്ടും കിട്ടാത്തവരുണ്ട്. അപ്പം അത് ഓരോ ഡിപ്പെൻഡാണ്, അത് പേഴ്സണെ ഡിപ്പെൻഡും ടൈം ഡിപ്പെൻഡും ഒക്കെയാണ്. ചിലവരുടെ വിസേനെ ഡിപ്പെൻഡ് ചെയ്തും അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത്. എൻ്റെ കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡിന് സിറ്റിസൺഷിപ്പ് ഉണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ PR എടുത്തു, എന്താണ് ബെനിഫിറ്റ്സ് എന്നറിയാതെ ചുമ്മാ ഒരു രാജ്യത്ത് പോയി PR എടുത്തിട്ട് എന്താ കാര്യം? അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യമേ അറിയണ്ടേ, അല്ലേ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ റിന്യൂവൽ, അതായത് നമുക്ക് റെസിഡൻസ് പെർമിറ്റ് ആണെങ്കിൽ ഓരോ വർഷവും റിന്യൂ ചെയ്യേണ്ടി വരും. ചിലവർക്ക് 2 ഇയേഴ്സ് ആയിരിക്കും, ചിലവർക്ക് 1 ഇയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് റിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ പൈസ കൊടുക്കണം. ചിലവരുടെ കമ്പനികൾ അതിന് വേണ്ടി പൈസ പേ ചെയ്യും, എന്നാൽ ചിലവരുടെ എന്നാൽ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഇതിന് ഓരോ വർഷവും നമുക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ PR എലിജിബിൾ അല്ലെങ്കിൽ PR കിട്ടിക്കഴിഞ്ഞ ഒരു വ്യക്തിക്കാണെങ്കിൽ നമുക്ക് പൈസ ഇത് ഫ്രീ ആയിട്ടാണ് റിന്യൂ ചെയ്ത് കിട്ടുക. ഓരോ 2 വർഷം കൂടുമ്പോൾ നമ്മൾ PR റിന്യൂ ചെയ്യണം, പക്ഷെ അത് ഫ്രീ ആയിട്ടാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്കിൽഡ് വിസയിൽ വന്നവരാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജോലി ഇവിടെ ചെയ്യാം. ഇപ്പം ചിലവർ IT ഫീൽഡിൽ വന്നവരാണ്, അവർക്ക് ഷെഫ് ആവണം എന്നാണ് ആഗ്രഹം. നമുക്കിവിടെ ഷെഫിൻ്റെ എന്തെങ്കിലും ജോലി ചെയ്യാം, PR ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ. അല്ലെങ്കിൽ ചിലവർക്ക് ഡ്രൈവിങ്ങിലായിരിക്കും ഇഷ്ടം, പക്ഷെ അവർ വന്നത് വേറെ ഏതെങ്കിലും ഒരു വിസയിലായിരിക്കും. പക്ഷെ PR നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടാക്സി ഓടിക്കാൻ പോവാം. അപ്പം നമുക്ക് ഏത് കമ്പനിയിലേക്കും, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കമ്പനി പുതുതായിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് എന്തിലേക്കും സ്വിച്ച് ചെയ്യാം നമുക്ക് PR ഉണ്ടെങ്കിൽ. അത് വളരെ വലിയൊരു ബെനിഫിറ്റാണ്. കുറച്ചുകൂടി ഡീപ്പോർട്ടേഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. അതായത് നമുക്ക് ജോലി പോകുന്ന ഒരു കേസിൽ PR ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവൽ ഫ്രീഡമാണ്. PR ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ട്രാവൽ ഈസി ആയിട്ട് പോകാം. എന്നും പറഞ്ഞ് ഇവിടെ റെസിഡൻസ് കാർഡ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല എന്നല്ല. പക്ഷെ നമുക്കൊരു ഇപ്പം വേറൊരു യൂറോപ്പിൻ്റെ പുറത്തായിട്ട് നമുക്ക് വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ PR ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ കുറച്ചുകൂടി വിസ കിട്ടാനൊക്കെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെയാണ് ജോലി കിട്ടുന്ന കാര്യത്തിലും. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജോലി കിട്ടാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും PR ഉള്ളവർക്ക് ജോലി കിട്ടാനും. സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ PR ഉള്ളവർക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പം അതായത് നമ്മുടെ ജോലി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് സപ്പോർട്ട് ചെയ്യും നമ്മളെ. അതായത് നമ്മുടെ സാലറി നമുക്ക് എത്രയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ 62.4% നമുക്ക് തരും. അപ്പം 2 ഇയേഴ്സിനുള്ളിൽ നമ്മൾ ജോലി കണ്ടുപിടിച്ചാൽ മതി. പിന്നെ നമ്മുടെ വിസയുടെ കാര്യങ്ങൾ, അതായത് ഇപ്പം നാട്ടിൽ നിന്ന് ഫാമിലീനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ സ്പൗസിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ ആരെങ്കിലും കൊണ്ടുവരണം ഇങ്ങോട്ട് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ PR ഉള്ളവർ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും പ്രോസസ്സ്. അപ്പോൾ ഇത്രയേറെ ബെനിഫിറ്റ്സ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് PR എടുക്കാതിരിക്കുന്നത്? അപ്പോൾ നോർവേയിലുള്ള എല്ലാവരും PRന് എലിജിബിൾ ആയിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ PR എടുക്കാൻ നോക്കുക. അപ്പം ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സുകളെല്ലാം ഞാനിപ്പോൾ നിങ്ങൾക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, എൻ്റെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ ഹെലൻ എന്നായിരുന്നു ഞാൻ ആദ്യമേ ഇട്ടിരുന്നത്. എൻ്റെ കുറേ ഫ്രണ്ട്സ് പക്ഷേ സെർച്ച് ചെയ്തപ്പോൾ ഇറ്റ്സ് മീ ഹെലൻ എന്ന് പറയുന്ന ഒരുപാട് ഇറ്റ്സ് മീ ഹെലൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് എന്നെ മാത്രം അവർക്ക് കിട്ടിയില്ല. സോ ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന എനിക്കതൊരു വലിയ ബാധ്യതയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഹെലൻ ടോക്സ് എന്നാക്കി. അപ്പോൾ ഇനി എല്ലാവരും സെർച്ച് ചെയ്യുമ്പോൾ ഹെലൻ ടോക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരേക്കും ബൈ.